മദ്യവർജനമടക്കം പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും പാർട്ടി പിന്നോട്ട് പോകുന്നതിൽ ആശങ്കയിൽ CPM-ലെ ഒരു വിഭാഗം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ജില്ലാ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി ഓടി നടന്ന് പങ്കെടുക്കുന്നതിനാൽ എതിർപ്പുയർത്താൻ പോലും കഴിയാതെ അസ്വസ്ഥരാണ് പിണറായി വിരുദ്ധർ. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, നമുക്കറിയാം ഇടതു മുന്നണിയിൽ ഒരു വിഭാഗം വളരെ ആശങ്കാപൂർവ്വം തന്നെയാണ് തുടരുന്നത്. കാരണം ബാക്ക് ടു ബാക്ക് തിരിച്ചടികൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം സംസ്ഥാനത്തെ വന്യമൃഗശല്യത്തിലാകട്ടെ, ആരോഗ്യ വകുപ്പിലെ കെടുകാര്യസ്ഥതയാകട്ടെ, ഇങ്ങനെ നിരവധി വകുപ്പുകളിൽ ഉണ്ടാകുന്ന പാളിച്ചകൾ അത് സർക്കാരിനെയും പാർട്ടിയെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ ഇത്. പക്ഷേ ഇതിൽ ഒരു വിഭാഗം പിണറായി വിരുദ്ധരാണ്. പക്ഷേ ഈ ജില്ലാ സമ്മേളനങ്ങളിലടക്കം മുഖ്യമന്ത്രി ഓടി നടന്ന് പങ്കെടുക്കുന്നത് കൊണ്ട് എതിർപ്പ് ഉയർത്താൻ പോലും കഴിയാത്ത രീതിയിൽ അസ്വസ്ഥരാണ് അവർ. പക്ഷേ ഈ അടക്കം പറച്ചിലല്ലാതെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം. കാരണം നമുക്കറിയാം, എല്ലാം സഹിച്ച് എല്ലാവരും എല്ലാ കാലവും നിൽക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ എപ്പോഴും മുഖ്യമന്ത്രിയുടെ ഒരു ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് തങ്ങൾ വില കൊടുക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാണോ ഇവർ കടക്കുന്നത്? ഈ മധ്യവർജനമടക്കം പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ പിന്നോട്ട് പോകുന്നതിൽ ഒരു വിഭാഗം CPM നേതാക്കൾക്ക് വലിയ ആശങ്കയുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പിണറായിക്കെതിരെ സംസാരിക്കാനുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാനുള്ള വേദികൾ പോലും ലഭിക്കാത്തതിൽ ഈ നേതാക്കളൊക്കെ അസംതൃപ്തരുമാണ്. കാരണം കഴിഞ്ഞ കുറച്ചു കാലമായി സർക്കാരിൻ്റെ സംസ്കാരത്തിനെതിരായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ശക്തമാണ്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുകളടക്കം കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. അത് സർക്കാർ ആദ്യം തന്നെ പ്രഖ്യാപിച്ചതാണ്. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ളത്. അതൊപ്പമായിരുന്നു മദ്യവർജന നയവും പ്രഖ്യാപിച്ചത്. ഇപ്പോൾ KCBC പോലെയുള്ള സംഘടനകളുടെയൊക്കെ സമീപനമൊക്കെ ആദ്യഘട്ടത്തിൽ സർക്കാരിന് അനുകൂലമായി നിന്നതും ഈ മദ്യവർജന നയം എന്നുള്ളൊരു സ്ഥിതി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം പൂർണ്ണമായും സർക്കാർ പിന്നോട്ട് പോകുന്നു. പ്രഖ്യാപിത നയങ്ങളടക്കം തിരുത്തിക്കൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്നു എന്നതിൽ വലിയ പ്രതിഷേധമാണ് ഒരു വിഭാഗം CPM നേതാക്കൾക്കുള്ളത്. പക്ഷേ അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. കാരണം ഈ മദ്യവർജനം എന്ന് പറഞ്ഞ് സർക്കാർ അധികാരത്തിൽ വരുന്നു, പിന്നീട് 807 ബാറുകൾക്ക് അനുമതി നൽകുന്നു. ഇപ്പോഴിതാ സംസ്ഥാനത്ത് വലിയ മദ്യപ്പുഴ ഒഴുക്കാൻ കാരണമായേക്കാവുന്ന ഒരു മദ്യനിർമ്മാണശാലയ്ക്ക് കൂടി അനുമതി നൽകുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു. പ്രഖ്യാപിതമായ നയങ്ങളൊന്നും നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യത്തിന് ഫണ്ടുകൾ നൽകാൻ കഴിയുന്നില്ല. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ പാളിച്ചകൾ ഉണ്ടാകുന്നു. ഭരണ പരാജയമെന്ന് കൃത്യമായി വിലയിരുത്തപ്പെടുന്നു. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അടിക്കടി ഉണ്ടാകുന്ന പരാജയങ്ങൾ, ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചകൾ, ഇങ്ങനെ പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകുകയോ സർക്കാരിൻ്റെ വീഴ്ചകൾ പറ്റുകയോ ചെയ്യുമ്പോഴാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഒരു ഭാഗം നേതാക്കൾ തിരിയുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടി ഭയന്ന് തന്നെയാണ് ഇപ്പോൾ ഈ നേതാക്കന്മാരെല്ലാം വിട്ടു നിൽക്കാൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കും സർക്കാരിൻ്റെ നിലപാടുകളോടും ഒരു വിരുദ്ധ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കാരണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മദ്യ ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരെ അകറ്റുമെന്നുള്ളതാണ് ഇവർ ആശങ്കപ്പെടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചില ക്രൈസ്തവ സംഘടനകളെയും തങ്ങൾക്കെതിരാക്കുമെന്നും ഈ നേതാക്കൾ ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷേ പാർട്ടി സമ്മേളനങ്ങളിൽ പോലും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഈ നയങ്ങൾക്കുമെതിരെ സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഈ നേതാക്കളുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഈ ജില്ലാ സമ്മേളനങ്ങളിൽ എല്ലായിടത്തും ഓടിയെത്തി പങ്കെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. എവിടെയൊക്കെ വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ടോ അവിടെയെല്ലാം പൂർണ്ണസമയം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വിമർശനങ്ങളെ അത് തുറന്ന് സമ്മതിക്കാൻ പോലും നേതാക്കളെ അനുവദിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഒരു ഭാഗം നേതാക്കൾ, അല്ലെങ്കിൽ പിണറായി വിരുദ്ധരായിട്ടുള്ള നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് നേരത്തെ ഏരിയ സമ്മേളനങ്ങളിലുമൊക്കെ, ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലുമൊക്കെ ഉയർന്നിട്ട് രീതിയിലുള്ള ഒരു വിമർശനം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ജില്ലാ സമ്മേളനങ്ങളിൽ ഉണ്ടാകാത്തൊരു സാഹചര്യമുണ്ട്. ഇതിലും ഈ പറയുന്ന നേതാക്കൾ അസ്വസ്ഥരാണ്. ശരി, തന്നെയാണ്. ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് എതിരാണ് എന്ന് സൂചിപ്പിക്കുന്ന പല തെളിവുകളും പുറത്തേക്ക് വന്നതാണ്. അത് ഇനിയൊരു രഹസ്യമല്ല, അതൊരു പരസ്യ പോരായി തന്നെ പല ഘട്ടങ്ങളിലും പുറത്തേക്ക് വന്നിരുന്നു. എന്നാലും അവർ കൂടുതൽ ആശങ്കയിലേക്ക് കടക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കാം മുന്നോട്ട് വരിക എന്ന് മാറുന്നു. പുതിയ മദ്യശാലകൾ തുറക്കാനുള്ള സമീപനവുമായി മുന്നോട്ട് പോകുന്നു. ഏറ്റവും കൂടുതൽ ജലദൗർലഭ്യം നേരിടുന്ന പാലക്കാട് ജില്ലയിൽ തന്നെ ഈ തരത്തിലുള്ള ബ്രൂവറി ആരംഭിക്കാനുള്ള തീരുമാനം വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കുന്നത്.